നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്ന സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷക്കാലയളവിലെ ഒന്നോ രണ്ടോ തവണ LDF സർക്കാർ വന്നു, ആ സർക്കാരിൻ്റെ 2 തവണ വന്നു, ആ സർക്കാരിൻ്റെ കാലയളവിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ വേണ്ടി ലോക ചരിത്രത്തിൽ ആദ്യമായ ഒരു സർക്കാർ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും വികസന ചർച്ചകളിൽ പങ്കെടുപ്പിച്ചും നയരൂപീകരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കുന്ന ബൃഹത് പദ്ധതി എന്ന പേരിലാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ആസൂത്രണം ചെയ്തിരുന്നത്. ജനുവരി 1 മുതൽ 31 വരെ എല്ലാ വീടുകളിലും സന്നദ്ധ പ്രവർത്തകർ സന്ദർശനം നടത്തി സർക്കാരിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായുമെന്നും ഭാവി കേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ തേടുമെന്നുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമായി വെച്ചിരുന്നത്. സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളും തുടർ നടപടികളും പൂർത്തീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. വീടുകളിൽ വിതരണം ചെയ്യുന്നതിന് ബ്രോഷറുകൾ, മുഖ്യമന്ത്രിയുടെ കത്ത്, നോട്ട്ബുക്ക്, റൈറ്റിംഗ് പാഡ്, പേന, ബാഗ്, ഐഡന്റിറ്റി കാർഡ് തുടങ്ങിയ എല്ലാ സാമഗ്രികളും തയ്യാറാക്കി എല്ലാ ജില്ലകളിലും എത്തിച്ചു. അതായത് ഓരോ വീടുകളിലേക്കും പോകുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് നൽകാൻ, അത് വീടുകളിലേക്ക് നൽകാനൊക്കെ. എന്നാൽ ജനുവരി മാസം പിന്നിട്ടു, ഫെബ്രുവരി ആകുന്നു. പരിശീലനം കിട്ടിയ ആളുകൾ പലരും ഭവന സന്ദർശനത്തിന് പോയില്ല. എവിടെയാണ് സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന് പിഴച്ചത് എന്നുള്ളതാണ് നമ്മൾ വിശദമായി നോക്കുന്നത്. ആദ്യം എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനലാബ്ദീൻ വിശദമായി പറഞ്ഞു തരും. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ സർക്കാർ സംവിധാനം വഴി വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ജനുവരി 1 മുതൽ 31 വരെ കേരളത്തിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ കത്ത്, അതിനകത്ത് ബാഗ് ഉണ്ടാവും, ബ്രോഷർ ഉണ്ടാകും, സംസ്ഥാന സർക്കാർ 20 നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാടുണ്ടാവും, ഇനി സർക്കാർ വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ സംവിധാനം വഴി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ തീരുമാനത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 95 ലക്ഷത്തോളം വീടുകൾ കണക്കാക്കി ആണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ച് വന്നത്. ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 31-ാം തീയതി കഴിഞ്ഞിട്ടും കാര്യമായ ഗുണം അതുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. 3,80,000-ൽ പരം വീടുകളിൽ മാത്രമാണ് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതിൽ 1,50,000 വീടുകൾ മാത്രമേ അതിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുമുള്ളൂ. അതായത് ആ പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതിന് കൃത്യമായ തെളിവായി നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്കാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ വലിയ ആരവത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതി അത് പൊളിഞ്ഞു പോയാൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കാം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നത്. അതിന് സഹായം തേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ സംവിധാനത്തിൽ ആളെ ഇറക്കി അത് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ കുടുംബശ്രീയെ പോലെ വലിയൊരു സംവിധാനം അവരെ സംസ്ഥാന സർക്കാരിനെ സഹായിക്കണം. അങ്ങനെ കുടുംബശ്രീ ഉദ്യോഗസ്ഥരുമായും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഓരോ കുടുംബശ്രീ എന്ന് 2 പേരെ വെച്ച് വിട്ടയക്കണം ഈ പരിപാടി, ഇത് ബ്രോഷറും മറ്റും കൊടുക്കാൻ വേണ്ടി എന്ന നിർദ്ദേശം കഴിഞ്ഞ ആഴ്ച നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര വേഗത്തിൽ, കാരണം ഇനി ട്രെയിനിങ്, കുടുംബശ്രീ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം, എന്തൊക്കെയാണ് അവരോട് പറയേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും വേണം. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് അത് നടപ്പായി പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതിനെതിരെ പ്രതിപക്ഷം തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വന്നതാണ്. സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് നടക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അവർ പണം കണ്ടെത്തട്ടെ എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷത്തിനടക്കം ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് സർക്കാർ ഈ പദ്ധതി ഏതാണ്ട് 1 മാസം കൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ട് എത്തിക്കുക, ഇത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ അത് അവർ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ അത് നടപ്പായില്ല. അങ്ങനെ കുടുംബശ്രീയുടെ സഹായം തേടി മുഖം രക്ഷിക്കാനുള്ള ചില നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഓക്കെ, സെയ്ഫ് സൈനലാബ്ദീൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു എന്തായിരുന്നു സിറ്റിസൺ റെസ്പോൺസിബിൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. 95,42,805 വീടുകളിൽ സന്ദർശനം നടത്തുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ പൂർത്തിയാക്കിയത് 3,85,816 വീടുകളിൽ മാത്രമാണ്. അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ കണക്കാണ് ഇത്. മാത്രമല്ല
ഫെബ്രുവരി പകുതിയോട് കൂടി തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷം സർക്കാരിന് ഒരു റിപ്പോർട്ട് നൽകും എന്നും പറഞ്ഞിരുന്നു. 1,50,865 വീടുകളുടെ വിവരങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ പാതി വഴിയിൽ നിലച്ചു പോയോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ആദ്യ ചോദ്യം അതാണ്. ലക്ഷ്യം കാണാതെ പോയ CRP എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, പൊതുജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കാനും ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് അഭിപ്രായം തേടാനുമായിരുന്നു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. കർമ്മസേന അംഗങ്ങൾക്ക്, അതായത് സന്നദ്ധ പ്രവർത്തകരായ ആളുകൾക്ക് പരിശീലനം നൽകുക, അതുവഴി നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം നടപ്പാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ പിഴച്ചത് എവിടെയാണ് എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അതിനായി ആളുകൾക്ക് പരിശീലനം, സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകി, അവർക്ക് മൊബൈൽ ആപ്പുകൾ അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഡാറ്റ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അവരെ പഠിപ്പിച്ച് നൽകിയിരുന്നു. പക്ഷെ സംഭവിച്ചത്, ഈ പരിശീലനം പൂർത്തിയാക്കിയ കർമ്മസേനയുടെ ആളുകൾ അവർ വീടുകളിലേക്ക് പോകണം, തൊഴിൽശാലകളിൽ പോകണം, കൃഷിയിടങ്ങളിൽ പോകണം, ഫ്ലാറ്റുകളിൽ പോകണം, ഉന്നതികളിൽ പോകണം, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോയി കുടുംബശ്രീ കൂട്ടായ്മകളെ കാണണം, ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ ചെന്ന് അവിടെയുള്ള ആളുകളെ കാണണം, പൊതു ഇടങ്ങളിൽ ചെല്ലണം, വ്യാപാര കേന്ദ്രങ്ങളിൽ ചെല്ലണം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള എല്ലാ മേഖലയിലും ചെന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക. അതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജനാഭിപ്രായം തേടലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ വികസന ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, അതിനുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. വികസന ക്ഷേമ പരിപാടികൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യമായി ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം അറിയുക, പുതിയ തൊഴിലവസരങ്ങൾ, വികസന പദ്ധതികൾ എന്നിവയിൽ ജനകീയ അഭിപ്രായം സ്വരുക്കൂട്ടിയെടുക്കുക, രൂപീകരിക്കുക എന്നിവയൊക്കെയായിരുന്നു അതിൻ്റെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവി കേരളത്തിനായുള്ള ആശയങ്ങൾ രൂപവൽക്കരിക്കുക, ആശയങ്ങൾ ചേർത്ത് വെക്കുക എന്നുള്ളതായിരുന്നു. എങ്ങനെയാവണം കേരളം, ഇനിയുള്ള കേരളം എങ്ങനെയാവണം എന്നുള്ള കാര്യത്തിലൊക്കെ മുന്നോട്ട് പോകണം. അതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ബ്രോഷറുകൾ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ കത്ത് അതിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം കുടുംബശ്രീയെ രംഗത്തിറക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുടുംബശ്രീയെ രംഗത്തിറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു. എന്തായാലും കുടുംബശ്രീ അംഗങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ, ചർച്ചകൾ പല തലത്തിലായി നടക്കുന്നുണ്ട്. അതായത് ഇതിന് ഏറ്റ സന്നദ്ധ പ്രവർത്തകർ അത് കൃത്യമായിട്ട് ചുമതല വഹിച്ചില്ല എന്നുള്ളതാണ് ആരോപണം. അപ്പോഴും പ്രതിപക്ഷം ഉൾപ്പെടെ ഇതൊരു രാഷ്ട്രീയ പ്രചാരണമാണ്, LDFന് വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ആളുകളെ പറഞ്ഞയക്കുകയാണ്, സന്നദ്ധ പ്രവർത്തകരെന്ന പേരിൽ പറഞ്ഞയക്കുകയാണ്. അതിനൊരു കാരണവശാലും കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ അതിൽ കൊണ്ടുവരരുത് എന്നുള്ള ആവശ്യമൊക്കെ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം തെറ്റിയത് എങ്ങനെ എന്ന് നമ്മൾ വിശദമായി പറഞ്ഞു. ഒരു കണക്ക് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇതാണ് ആ കണക്ക്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ, ഉദാഹരണത്തിന് നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ 34,463 വീടുകളിലാണ് പോയത്. 9,97,585 വീടുകളിൽ പോകാനുണ്ട്. കൊല്ലത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ? 18,000 വീടുകളിൽ മാത്രം പോയി 7,87,136 വീടുകളിൽ ഇനിയും അവിടെ പോകാനുണ്ട്. പത്തനംതിട്ടയിൽ കേവലം 3,000 വീട്ടിലാണ് പോയത്. 3,63,000 വീടുകളിൽ ഇനിയും പോകാനുണ്ട്. നേരെ ആലപ്പുഴയിലെത്തുമ്പോൾ 24,000 വീടുകളിലേക്ക് പോയി 6 ലക്ഷം വീടുകളിലേക്ക് ഇനിയും പോകാനുണ്ട്. നേരെ കോട്ടയത്തെത്തുമ്പോൾ 6,000 വീടുകളിലേക്ക് പോയി ഏതാണ്ട് 5.5 ലക്ഷത്തിന് മുകളിൽ വീടുകളിൽ ഇനിയും പോകാനുണ്ട്. ഇടുക്കിയിൽ നോക്കൂ, കേവലം 1,500 വീടുകളിൽ മാത്രമാണ് സന്നദ്ധ പ്രവർത്തകരെത്തി സർക്കാർ ഫണ്ട് കൊടുക്കുന്ന 20 കോടി രൂപ PRD വകയിരുത്തിയ ഒരു പ്രൊജക്റ്റിൽ കേവലം 1,500 വീട്ടിൽ മാത്രമാണ്. 3,20,000 വീടുകളിൽ ഇനി അവിടെ പോകാനുണ്ട് എന്നുള്ളതാണ്. എറണാകുളത്ത് വെറും 5,000 വീടുകളിൽ പോയി 9,16,000 വീടുകൾ അവിടെ പെൻഡിംഗ് ആണ്. നേരെ തൃശ്ശൂരിലെത്തുമ്പോൾ 54,000 വീടുകളിലേക്ക് പോയി. തൃശ്ശൂർ എന്താണെന്നറിയില്ല, തൃശ്ശൂർ 54,000 വീട്, പക്ഷെ അപ്പോഴും 8,58,242 വീടുകളിൽ പോകാനുണ്ട്. പാലക്കാട് എത്തുമ്പോൾ 49,000, ഏതാണ്ട് ഒരു 5 വീടുകൾ കൂടി കഴിഞ്ഞാൽ 50,000 ആകുമായിരുന്നു. അത് എത്തിയിട്ടില്ല. 7 ലക്ഷം പേര്, 7,71,000 വീടുകൾ ഇനിയും അവിടെ ബാക്കിയുണ്ട്. മലപ്പുറത്ത് 22,000 വീടുകളിൽ 10 ലക്ഷം വീടുകളിൽ ഇനിയും അവിടെ പോകാനുണ്ട്. കോഴിക്കോട് എത്തുമ്പോൾ സ്ഥിതി നോക്കും, 31,000 വീടുകൾ പോയി 8 ലക്ഷം വീടുകളിൽ ഇനിയും പോകാനുണ്ട്. വയനാട്ടിലേക്ക് എത്തുമ്പോൾ നോക്കൂ, വയനാട്ടിലേക്ക് 3,900, 4,000 വീടിന് ചുവട മാത്രം ഏതാണ്ട് 2.5 ലക്ഷത്തിന് അടുപ്പിച്ച് 2.34 എന്ന് പറയുന്ന സംഖ്യ. പക്ഷെ കണ്ണൂരിൽ ഏതാണ്ട്
84,000. ഏറ്റവും കൂടുതൽ ഗൃഹസന്ദർശനം നടത്തിയിട്ടുള്ളത് കണ്ണൂരിലാണ്. 84,714. 6,05,000 വീടുകളിൽ അവിടെയും പോകാനുണ്ട്. കാസർഗോഡ് എത്തുമ്പോൾ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ നോക്കൂ, കാസർഗോഡ് 3 ലക്ഷത്തിൽ പരം വീടുകൾ ഇനിയും പോകാനുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഈ പ്രൊജക്റ്റ്, ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ആശയം അത് നടപ്പാക്കാൻ ഒരു വിമുഖത വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? വീടുകളിലേക്ക് നേരിട്ട് ചെല്ലാൻ സന്നദ്ധ പ്രവർത്തകർ, കർമ്മസേന, അവർ നിയോഗിച്ചിരിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പരിശീലനം നേടിയ ആളുകൾ പോകുന്നില്ല. എവിടെയാണ് പോകുമ്പോൾ ഒരുപക്ഷെ ആളുകളുടെ പ്രതികരണം മോശമായതുകൊണ്ടാണോ, അതല്ല മറ്റേതെങ്കിലും തരത്തിൽ പോകണ്ട എന്ന് തീരുമാനിച്ചതാണോ? ഇപ്പോൾ സർക്കാർ ഫണ്ട് വകയിരുത്തിയ ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷം ഉറക്കെ പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ പാതി വഴിയിൽ എന്ന പോലെ നിലച്ചു നിൽക്കുന്നത്. ഒരു പക്ഷേ പറയാൻ കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഫെബ്രുവരി മാസം ഇനിയും ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ പോയതിനേക്കാൾ 10 മടങ്ങ് ഇനിയും വീടുകളിലേക്ക് പോകാനുണ്ട്. അവിടെ നിന്ന് ഡാറ്റകൾ ശേഖരിക്കണം, അഭിപ്രായങ്ങൾ തേടണം, അത് സർക്കാരിന് സമർപ്പിക്കണം. ബൃഹത്തായൊരു പദ്ധതിയാണ്. സർക്കാർ ഫണ്ട് എന്നാണ്. സർക്കാർ ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ മുടക്കി, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഈ പറയുന്ന പണം മുടക്കിയാണ് വീടുകളിൽ ചെന്ന് അഭിപ്രായം തേടുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ വീടുകളിലേക്ക് എത്തി അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ സാധിക്കുന്നില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി അവശേഷിപ്പിക്കുകയാണ്.